നാളെ ഈ സമയമാകുമ്പോഴൊക്കെ വളരെ കൃത്യമായി നമുക്കറിയാൻ പറ്റും ആരാണ് അധികാരത്തിൽ വരിക, എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുക എന്ന്. പക്ഷെ എന്തായാലും ഇന്ന് KPCC ആസ്ഥാനത്ത് വലിയ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. പായസ ചെമ്പെടുത്തു, ലഡുവിന് ഓർഡർ കൊടുത്തു, ബിസ്ക്കറ്റ്, ചായ, വെള്ളം, പിന്നെ വലിയ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് KPCC ആസ്ഥാനം ആഘോഷ തിമിർപ്പിലാണ്. അർമാദിക്കാൻ തന്നെ തീരുമാനിച്ചു. 10 വർഷമായിട്ട് അധികാരമില്ലല്ലോ. അച്ഛമ്മ AK സെൻറ്റർ മ്ലാനത്തിലാണ്. അവസാനത്തെ ഒരു സെൻറ്റൻസ് വന്നിരിക്കുന്നത് 69 സീറ്റ് എക്സിറ്റ് പോൾ പറയുന്നുണ്ടല്ലോ, 2 സീറ്റ് കൂടെ കിട്ടിയാൽ ഞങ്ങൾ 71 വരില്ലേ എന്നുള്ളതാണ്. 76 വരെ പോകുമെന്നൊക്കെയാണ് AK സെൻറ്ററിൻ്റെ രീതി. എന്തായാലും വിവരം അറിഞ്ഞിട്ട് നമുക്ക് പായസം വയ്ക്കാമെന്ന് പറഞ്ഞ് അരി എല്ലാവർക്കും ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഒന്നും വാങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. പന്തലുമില്ല. AK സെൻറ്ററിന് നല്ല ഹാളുണ്ട്, അതുകൊണ്ട് പന്തലിൻ്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രി മാത്രമല്ല, നാട്ടിലാണ്, ഇവിടെ അല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മാരാർജി ഭവനിൽ എന്തായാലും അവരെല്ലാവരും രാവിലെ കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് വരും. സുന്ദരന്മാരും സുന്ദരികളൊക്കെ വരും. കാരണം അവർക്കൊരു 4-5 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വലിയ തയ്യാറെടുപ്പിലാണ്. എന്തായാലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് 2026 തിരഞ്ഞെടുപ്പ് 3 മുന്നണികളെ സംബന്ധിച്ച് LDF, UDF, BJP, NDA മുന്നണികളെ സംബന്ധിച്ചും നെഞ്ചിടിപ്പുണ്ടാക്കുന്നതാണ്. NDA സംബന്ധിച്ച് അവരുടെ കാൽ ഉറപ്പിക്കണമോ കാല് മാറ്റുമോ, എന്താ സംഭവിക്കുന്നത് നാളെ തീരുമാനിക്കും. 0 ആണെങ്കിൽ കട്ടയും ബോർഡും മടക്കി പണിമതിയാക്കും. അല്ല 1, 2, 3, 5 വരെ പോവുകയാണെങ്കിൽ അവർ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. വീണ്ടും 10ലേക്ക് പോയാൽ പിന്നെ അവരിവിടെ അർമാദിക്കും. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം നാളെ തോറ്റുപോയാൽ കമ്മ്യൂണിസ്റ്റ് വിമുക്ത, മാർക്സിസ്റ്റ് വിമുക്ത ഭാരതം, കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് BJPക്ക് ഉള്ളത്. എന്നാലും മാർക്സിസ്റ്റ് വിമുക്ത ഭാരതമായി കേരളം, ഇന്ത്യ മാറും. UDFനെ സംബന്ധിച്ച് അവർ തോറ്റുപോയാൽ തീർച്ചയായിട്ടും ഒരാൾ വനവാസത്തിൽ പോകും. രാമൻ വനവാസത്തിന് പോയാൽ ലക്ഷ്മണൻ കൂടെ പോകുമോ, സീത കൂടെ പോകുമോ, ആരൊക്കെ കൂടെ പോകുമെന്നറിയില്ല. പിന്നെ ആര് രാജ്യം ഭരിക്കുമെന്നറിയില്ല. പ്രതിപക്ഷ നേതാവാരെന്നറിയില്ല. ആകെ കൺഫ്യൂഷനാണ് UDFൽ. പിന്നെ അങ്ങനെ ജഗ പൊഹ എന്നുള്ള രീതിയിൽ വളരെ വലിയ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. നാളെ എന്തായാലും രാവിലെ 8 മണിക്ക് എണ്ണൽ ആരംഭിക്കും. 43 കേന്ദ്രങ്ങളിലായിട്ട് ഒരു 9 മണിയോടുകൂടി പോസ്റ്റൽ വോട്ടെല്ലാം എണ്ണിക്കഴിയും. പിന്നെ തരംഗമാണ്, ട്രെൻഡ് കാണിക്കും ഒരു 11 മണിയോടുകൂടി. പിന്നെ എല്ലാ ചാനലുകളിലും രാവിലെ ഇത് കാണും, ചർച്ചകൾ കാണും. ഒരു 11 മണിയോടുകൂടി കഥ കഴിയും. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ പിന്നെ ഹിമാചൽ പ്രദേശ് എന്നാണ് നേരത്തെ പറഞ്ഞത്, ആസാമിലാണ് തിരഞ്ഞെടുപ്പ്. വേറൊരു സുഭാഷിത മീഡിയത്തിൽ ഞാൻ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് ആസാമിലെ തിരഞ്ഞെടുപ്പും, മാമൻ നിൽക്കുന്ന തിരഞ്ഞെടുപ്പും, അതുപോലെ തന്നെ പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പിന്നെ കേരളത്തിലും എന്താ സംഭവിക്കുകയെന്ന് നമുക്കറിയാം. എന്തായാലും വളരെ വലിയ ആഘോഷത്തിനാണ് UDF തയ്യാറെടുക്കുന്നത്. കോൺഗ്രസ്സുകാർ ഇന്ന് തന്നെ ആവശ്യം പോലെ ത്രിവർണ്ണ പതാകകളും അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പാഴാകുമോ, എന്ത് സംഭവിക്കും? LDF വരുമോ, UDF വരുമോ? എക്സിറ്റ് പോളുകൾ 12 എക്സിറ്റ് പോളുകളും UDF ആണെന്ന് പറയുന്നു. അത് 12ഉം തെറ്റാകുമോ? ഇൻ്റലിജൻസ് ബ്യൂറോ പറയുന്നു 76 പിടിക്കുമെന്ന്. അത് ശരിയാകുമോ? 15 സീറ്റ് BJP പിടിക്കുമെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ പറയുന്നു. അത് ശരിയാകുമോ? ആരൊക്കെയാണ് നാളെ ശരിയാവുക, എന്തൊക്കെയാണ് ശരിയാവുക എന്ന് നമുക്ക് നാളെ ഉച്ചയോടുകൂടി അറിയാം. മറ്റന്നാളത്തെ പത്രങ്ങൾ നമുക്ക് വിശാലമായി തന്നെ കാണുകയും ചെയ്യാം. എന്തായാലും കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചനയാണ് ഇന്ന് ഈ നിമിഷം വരെ കാണുന്നത്. തിരിച്ചായാൽ കേരളം വീണ്ടും അത്ഭുതം സൃഷ്ടിക്കും. സ്വതന്ത്ര കേരളത്തിൽ, അല്ലെങ്കിൽ 57-ന് ശേഷമുള്ള കേരളത്തിൽ ആദ്യമായി 3ാമതും ഒരു തുടർച്ചയായ ഒരു ഗവൺമെൻറ് വരുന്നു. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഇരട്ടച്ചങ്കനല്ല, മുച്ചങ്കനാണ്.